സുപ്രീം കോടതിയിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിധി വരികയുണ്ടായി. മുമ്പ് തമിഴ്നാട് സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ച ഒരു സാഹചര്യത്തിൽ, അതായത് സംസ്ഥാന നിയമസഭ പാസാക്കി ഗവർണർക്ക് നൽകുന്ന ബില്ലുകൾ അത് ഗവർണർ അനിശ്ചിതകാലത്തേക്ക് പിടിച്ചു വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനെതിരെയാണ് തമിഴ്നാട് സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചത്. അതിനെ തുടർന്ന് ഗവർണർക്കും രാഷ്ട്രപതിക്കും ബില്ലിന്മേൽ തീരുമാനമെടുക്കാൻ സമയപരിധി നിശ്ചയിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ രണ്ടംഗ ബെഞ്ച് വിധിച്ചിരുന്നു. ഈ വിധിയിൽ സംശയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രസിഡൻഷ്യൽ റെഫറൻസ് വരികയുണ്ടായി രാഷ്ട്രപതിയുടെ പക്കൽ നിന്ന് 14 ചോദ്യങ്ങൾ. അതിനുള്ള ഉത്തരങ്ങൾ ഇന്ന് 5 അംഗ ബെഞ്ച്, ചീഫ് ജസ്റ്റിസ് BR ഗവായി നേതൃത്വം നൽകുന്ന 5 അംഗ ഭരണഘടനാ ബെഞ്ച് നൽകുകയുണ്ടായി. ആ വിധിയെക്കുറിച്ചുള്ള ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ വിഷയമാണ് ഇൻസൈറ്റിൽ ഇന്ന് ചർച്ച ചെയ്യുന്നത്. സ്വാഗതം. പ്രസിഡൻഷ്യൽ റെഫറൻസിന് മറുപടിയായി ഇന്ന് വന്ന കാര്യങ്ങൾ അതായത് ഗവർണർക്കും രാഷ്ട്രപതിക്കും സംസ്ഥാന നിയമസഭ പാസാക്കുന്ന ബില്ലിന്മേൽ ചെയ്യാവുന്ന അധികാര പരിധിയെക്കുറിച്ചുള്ള ചർച്ചകളാണ് കൊണ്ടുവരുന്നത്. മുമ്പ് 2 അംഗ ബെഞ്ച് തമിഴ്നാട് സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ച സാഹചര്യത്തിൽ പറഞ്ഞ കാര്യങ്ങൾ, ഗവർണർക്ക് ബില്ലിന്മേൽ തീരുമാനമെടുക്കാൻ സമയപരിധി വെക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നു. ഇന്ന് ആ സമയപരിധി അങ്ങനെയൊന്നുമില്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇന്ന് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ് ഇന്ന് വന്ന ബില്ലിലെ കാര്യങ്ങൾ? അതെങ്ങനെയൊക്കെയാണ് പ്രധാനമാകുന്നത്? പൊതുവിൽ ഇത് വ്യാഖ്യാനിക്കപ്പെടുന്നത് പ്രസിഡൻഷ്യൽ റെഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാർ ഉന്നയിക്കുന്ന റെഫറൻസ് എന്ന് തന്നെ നമ്മൾ വായിക്കണം. പൊതുവിൽ അത് പ്രസിഡൻഷ്യൽ റെഫറൻസ് എന്നാണ് പരാമർശിക്കപ്പെടുക. പക്ഷേ ഇത് കേന്ദ്ര സർക്കാരിൻ്റെ സംശയങ്ങളാണ്. അതിന്മേൽ എന്തോ കേന്ദ്ര സർക്കാരിന് അനുകൂലമായിട്ട് വളരെ അനുകൂലമായിട്ടുള്ളൊരു വിധി ഉണ്ടായി എന്നാണ് പൊതുവിൽ വ്യാഖ്യാനിക്കപ്പെടുക. ഒറ്റ നോട്ടത്തിൽ അത് അങ്ങനെയാണ് താനും. പക്ഷേ എങ്കിൽ പോലും ഒരു ഫെഡറൽ സംവിധാനത്തിൽ എങ്ങനെയാണ് ഗവർണർമാരും രാഷ്ട്രപതിയും, ഗവർണർമാർ മാത്രമല്ല രാഷ്ട്രപതിയും പ്രവർത്തിക്കേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഭരണഘടന എന്താണോ വിവക്ഷിക്കുന്നത് അതിനെ കുറച്ചുകൂടെ വ്യക്തമാക്കുന്നൊരു വിധിയാണ് ഇന്നുണ്ടായതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ ഇതിന് തൊട്ടു മുമ്പ് സാലിം പരാമർശിച്ച് തമിഴ്നാട് സർക്കാർ കൊടുത്ത ഹർജിയിലുണ്ടായ വിധി അതിൽ കുറെ കൂടെ കൃത്യത വരുത്തിയിരുന്നു. അതായത് ഗവർണർ ഇപ്പോൾ ഒരു ബില്ല് നിയമസഭ പാസ്സാക്കി വിട്ട് കഴിഞ്ഞാൽ 3 മാസത്തിനകം ഗവർണർ അതിൽ തീരുമാനമെടുക്കണം. 3 മാസത്തിനുള്ളിൽ തീരുമാനമെടുത്തില്ലെങ്കിൽ അത് തിരിച്ച് നിയമസഭയ്ക്ക് വിടണം. രാഷ്ട്രപതിക്ക് അയക്കുകയാണെങ്കിൽ അത് ഇത്ര സമയത്തിനുള്ളിൽ രാഷ്ട്രപതിക്ക് അയക്കണം. രാഷ്ട്രപതിക്ക് അയച്ചിട്ട് രാഷ്ട്രപതി ഇത്ര ദിവസത്തിനകം അങ്ങനെ കൃത്യത വരുത്തിയിരുന്നു. അങ്ങനെ വരുത്താൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇതിനകത്തുള്ള ബേസിക് ആയിട്ടുള്ള പ്രശ്നം. എന്നുവെച്ചാൽ ഭരണഘടന അങ്ങനെ ഇന്ന സമയം എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് സുപ്രീം കോടതി ഭരണഘടനയുടേതോ അല്ലെങ്കിൽ ഭരണഘടന നിശ്ചയിക്കുന്ന അല്ലെങ്കിൽ ഭരണഘടനാ നിർമ്മാണ സഭയുടെയോ അല്ലെങ്കിൽ ഭരണഘടനയ്ക്ക് ഭേദഗതി വരുത്താൻ അധികാരമുള്ള പാർലമെൻറ്റിൻ്റെയോ അധികാരമൊക്കെ കൈയടക്കുന്നു എന്നുള്ളൊരു പ്രശ്നം ഈ കഴിഞ്ഞ ഈ തമിഴ്നാട് സർക്കാർ കൊടുത്ത ബെഞ്ച് 2 അംഗ ബെഞ്ചിൻ്റെ വിധിയിലുണ്ടായിരുന്നു. അതിനെ കുറച്ചുകൂടെ ക്ലിയർ ആക്കുകയാണ് ഈ 5 അംഗ ബെഞ്ച് ചെയ്തത്. അതിൽ ആ ബെഞ്ച് കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇങ്ങനെ നിശ്ചയിക്കുമ്പോൾ ഇത് അധികാര പരിധി ലംഘിക്കലാണ്. സുപ്രീം കോടതിക്ക് അങ്ങനെ നിശ്ചയിക്കാൻ ഭരണഘടനാ വ്യവസ്ഥകൾ അങ്ങനെ അനുവദിക്കാത്തതുകൊണ്ട് അങ്ങനെ നിശ്ചയിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞങ്ങൾ അധികാര പരിധി ലംഘിക്കുന്നില്ല, അങ്ങനെ ലംഘിക്കാൻ കഴിയില്ല സുപ്രീം കോടതിക്ക് എന്ന് വളരെ ക്ലിയറായിട്ട് പറയാം സുപ്രീം കോടതി ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, സുപ്രീം കോടതിക്ക് വേണമെങ്കിൽ ഈ 2 അംഗ ബെഞ്ചിൻ്റെ വിധി ശരിയാണെന്ന് പറയാം. അങ്ങനെയല്ല സുപ്രീം കോടതി ചെയ്തത്. സുപ്രീം കോടതി ഭരണഘടന എന്താണോ പറയുന്നത് അതിനെ എത്രത്തോളം നിയമപരമായി വ്യാഖ്യാനിക്കാൻ കഴിയുമോ ആ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയാണ് സുപ്രീം കോടതി ചെയ്യുന്നത്. അതുവഴി സുപ്രീം കോടതി മറ്റ് ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക് ഒരു മെസ്സേജ് കൊടുക്കുക, ഇത് ഭരണഘടനയാണ്, ഭരണഘടന കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതിനുള്ളിൽ നിന്ന് പ്രവർത്തിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ എല്ലാം പണി, അതാണ് നിങ്ങളെല്ലാവരും ചെയ്യേണ്ടത് എന്നുള്ളൊരു മെസ്സേജ് കൊടുക്കുകയാണ് സുപ്രീം കോടതി ചെയ്തത്. നമ്മളിതിനെ അങ്ങനെ കാണണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനപ്പുറത്തേക്ക് ഇതിപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ പേരിൽ രാഷ്ട്രപതി ഒരു റെഫറൻസ് കൊടുത്തു, അതിലിപ്പോൾ ഭേദഗതി സമയപരിധിയൊക്കെ ഒഴിവാക്കി കൊടുത്തു, അത് കേന്ദ്ര സർക്കാരിൻ്റെ എന്തോ വലിയ വിജയമാണ് എന്ന മട്ടിൽ കാണുന്നതിൽ അർത്ഥമല്ല. അതേസമയം ഈ സമയപരിധി ഒഴിവാക്കിയാൽ പോലും ഗവർണർമാരോട് സുപ്രീം കോടതി പറയുന്നുണ്ട്, നിയമസഭ പാസാക്കിയ ഒരു ബില്ലിന്മേൽ നിങ്ങളിങ്ങനെ അനിശ്ചിതകാലം അടയിരിക്കാൻ പറ്റില്ല, അതങ്ങനെ ചെയ്യാൻ സാധിക്കില്ല, അത് ശരിയുമല്ല. നിങ്ങളത് ഒരു ലോജിക്കലായിട്ടുള്ള ടൈം പീരീഡിനുള്ളിൽ അതിലൊരു തീരുമാനം എടുക്കണം. നിങ്ങൾക്കത് പാസ്സാക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങളത് തിരിച്ച് നിയമസഭയിലേക്ക് അയക്കണം. അല്ല, നിങ്ങളുടെ അധികാര പരിധിയിൽ പെടുന്നതല്ലെങ്കിൽ നിങ്ങളത് പ്രസിഡൻറ്റിന് രാഷ്ട്രപതിക്ക് റെഫർ ചെയ്യണം. അല്ലാതെ ഇതിങ്ങനെ എന്താ പറയുക അതിങ്ങനെ അവിടെ വിത്ത്ഹെൽഡ് ചെയ്യുക എന്ന് പറയുന്നത് ശരിയായ രീതിയല്ല.
അത് പറഞ്ഞുകൊണ്ട് കോടതി ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, ഇനി ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ സർക്കാരുകൾക്ക് കോടതിയെ സമീപിക്കാനുള്ള അവകാശമുണ്ട്. കാരണം അതൊരു എന്താ പറയുക നിയമപരമായ പ്രക്രിയയല്ല. ആ കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിങ്ങൾക്ക് കോടതിയെ സമീപിക്കാം എന്നാണ്. അപ്പോൾ ഇത് വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ജഡ്ജ്മെൻ്റാണ് അഞ്ചംഗ ബെഞ്ചിൻ്റേത് വന്നതെന്നാണ് നമുക്ക് തോന്നുന്നത്. ഇപ്പോൾ തമിഴ്നാട് സർക്കാരാണ് ഹർജിക്ക് ഇത് സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നെങ്കിലും ഈ വിധിയെ വളരെ പ്രതീക്ഷയോടുകൂടി നോക്കിക്കണ്ട ഒരുപാട് സംസ്ഥാനങ്ങളുണ്ട്. ഒന്ന് കേരളമാണ്, പഞ്ചാബുണ്ട്, വെസ്റ്റ് ബംഗാളുണ്ട്. പ്രതിപക്ഷ കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ് ഇതെല്ലാം. ഗവർണർമാർ ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങളിൽ ഗവർണർമാരിലൂടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന അജണ്ടകളെക്കുറിച്ച് നമ്മൾ ഒരുപാട് തവണ ഇവിടെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഒരുപാട് ഡിസ്കഷൻ മാധ്യമങ്ങളിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ചിലതൊക്കെ യാഥാർത്ഥ്യമാണ്. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനെ ഈ വിധി പോസിറ്റീവായാണോ ബാധിക്കുക, അതല്ല അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ തടയാൻ സുപ്രീം കോടതിക്ക് കഴിഞ്ഞു ഈ വിധി കൊണ്ട് ഇത് കരുതുന്നുണ്ടോ? അതാണ് ഞാൻ പറഞ്ഞത്. ഇതൊരു ഫെഡറൽ സ്ട്രക്ചറിൽ എങ്ങനെയായിരിക്കണം ഗവർണർമാർ ആക്ട് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഭരണഘടനയിൽ തന്നെ ഒരു ക്ലാരിറ്റി ഉണ്ട്. അതിൽ ഒന്ന് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ ഉപദേശത്തിനനുസരിച്ചായിരിക്കണം ഗവർണർ പ്രവർത്തിക്കേണ്ടത് എന്നുള്ള കാര്യം വ്യക്തമായിട്ട് ഭരണഘടന പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം ബില്ലിൻ്റെ കാര്യമാണ്. അതോടൊപ്പം ഗവർണർമാരുടെ ഒരു വിവേചനാധികാരത്തെക്കുറിച്ചും പറയുന്നുണ്ട്. അപ്പോൾ ബില്ലിൻ്റെ കാര്യത്തിൽ ഗവർണർക്ക് വിവേചനാധികാരമുണ്ട് എന്ന് സുപ്രീം കോടതി പറഞ്ഞു. അപ്പോൾ നമ്മൾ പൊതുവിൽ നോക്കുമ്പോൾ ഇപ്പോൾ സാലിം ചോദിച്ച പോലെ ഇപ്പോൾ കേരളം ഗവർണർ സംസ്ഥാന നിയമസഭ പാസ്സാക്കിയ ചില ബില്ലിൻ്റെ കാര്യത്തിലെങ്കിലും ഗവർണർ തീരുമാനമെടുക്കാൻ വൈകിയത് നമ്മൾ കണ്ടാണ്. ചില ബില്ലിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമെടുത്തിട്ടില്ല. ചില ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയച്ചിട്ടുണ്ട്. തമിഴ്നാടിൻ്റെ കാര്യത്തിൽ ഇത് വളരെ ബ്ലേറ്റൻ്റ് ആയിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ദീർഘകാലം യാതൊരു റോളും ഗവർണർ വഹിക്കേണ്ടതില്ലാത്ത കാര്യത്തിന് പോലും ഗവർണർ അവിടെ പിടിച്ചു വയ്ക്കുകയാണ് ചെയ്തിരുന്നത്. അപ്പോൾ കേരളം, തമിഴ്നാട്, വെസ്റ്റ് ബംഗാൾ, അതുപോലെ കർണാടകം, അങ്ങനെ പ്രതിപക്ഷം ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളും ഈ പ്രശ്നത്തിലുണ്ട്. അവിടെ ഈ ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ ഇപ്പോൾ നിങ്ങൾ നിയമസഭ പാസ്സാക്കി വിട്ടൊരു ബില്ല് 1 മാസത്തിനകം തീരുമാനം എടുക്കണം, അല്ലെങ്കിൽ 3 മാസത്തിനകം തീരുമാനം, ഇങ്ങനെ ഒരു കട്ട് ആൻഡ് റൈറ്റ് ആയിട്ടുള്ളൊരു സമയപരിധി സുപ്രീം കോടതി 2 അംഗ ബെഞ്ച് നിശ്ചയിച്ചത് സുപ്രീം കോടതി. ഇപ്പോൾ അങ്ങനെ പറയാൻ ഞങ്ങൾക്ക് കഴിയില്ല. കാരണം അത് ഞങ്ങളുടെ അധികാരപരിധി ലംഘിക്കലാകും എന്ന് പറഞ്ഞുകൊണ്ട് അത് ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും വളരെ കൃത്യമായിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഗവർണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമസഭയ്ക്ക് മുകളിലുള്ളൊരു സംവിധാനമല്ല. ഗവർണർക്ക് നിയമസഭ പാസ്സാക്കി വിടുന്ന ഒരു ബില്ലിൻ്റെ പുറത്ത് ഇങ്ങനെ അനിശ്ചിതകാലം അടയിരുന്നുകൊണ്ടിരിക്കാൻ പറ്റില്ല. അതിലൊരു തീരുമാനം എടുത്തേ പറ്റൂ. അതിനുള്ള സമയപരിധി എന്നുള്ളത് അത് ഒരു ഡിസ്ക്രിപ്ഷനാണ്. ഒരു നിയമസഭ പാസ്സാക്കി വിടുന്നൊരു നിയമം, അത് പഠിക്കാനുള്ളൊരു സമയം, അതിനുള്ളിൽ ഒരു തീരുമാനം എടുക്കണം. അതങ്ങ് എക്സ്റ്റെൻഡ് ചെയ്ത് പോവുകയാണെങ്കിൽ സംസ്ഥാന സർക്കാരിന് സുപ്രീം കോടതിയോ സമീപിക്കാനുള്ള അധികാരമുണ്ട്. കോടതിയെ സമീപിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഈ 5 അംഗ ബെഞ്ചിൻ്റെ വിധി അവിടെ കിടക്കാണ്, ഇങ്ങനെ ഇൻഡെഫിനിറ്റായിട്ട് ഇരിക്കാൻ പറ്റില്ല എന്നുള്ളത്. അപ്പോൾ കോടതിക്ക് ഒരു ഡയറക്ഷൻ വരും. അത് ഓരോ കേസിനനുസരിച്ച് അവിടെ ഒരു കാര്യം പ്രത്യേകമായിട്ട് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. ബില്ലിൻ്റെ മെറിറ്റിലേക്ക് പോകാതെ തന്നെ തീരുമാനമെടുക്കാം എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. സുപ്രീം കോടതിക്ക് തീരുമാനം. അതെ, ഏത് ബില്ലാണ്, ആ ബില്ലിൻ്റെ സ്വഭാവം എന്താണ്, ഇതൊന്നുമല്ല ഘടകം. ബില്ല് നിയമസഭ പാസ്സാക്കി അയച്ചിട്ട് ഇൻഡെഫിനിറ്റ് ആയിട്ട് ഗവർണർ അതിൻ്റെ പുറത്ത് അടയിരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ഒറ്റ പ്രശ്നമേ സുപ്രീം കോടതി പരിഗണിക്കുകയുള്ളൂ. അപ്പോൾ അത് വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് പരിഗണിക്കാവുന്നുള്ളൂ. എന്നാണ് സംസ്ഥാന നിയമസഭ പാസ്സാക്കിയത്, എന്നാണ് രാജ്ഭവനിലേക്ക് അയച്ചത്, എത്ര ദിവസമായത് രാജ്ഭവനിലിരിക്കുന്നു, ഈ 3 കാര്യങ്ങൾ നോക്കിയാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് സുപ്രീം കോടതിക്ക് തീരുമാനം എടുക്കാം ഇത് വെറുതെ അടയിരിക്കുകയാണോ എന്നുള്ളത്. അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് തീരുമാനം വരും. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ സംസ്ഥാന സർക്കാരുകൾക്ക് സുപ്രീം കോടതി കൊടുത്തിട്ടുണ്ട്. ആ നിലയ്ക്ക് തന്നെ സംസ്ഥാന സർക്കാരുകൾക്കൊക്കെ ആശ്വാസമാണ്. അതുപോലെ ഈ രാജ്ഭവനിലിരിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധിയായിട്ട് വന്ന് രാജ്ഭവനിലിരിക്കുന്ന ആളുകൾക്ക് മുഴുവൻ ഇത് ബാധകവുമാണ്. കാരണം ഇത് എപ്പോൾ വേണമെങ്കിൽ സംസ്ഥാന സർക്കാരുകൾക്ക് സുപ്രീം കോടതി പോവാം. ഇതുമേൽ ഇങ്ങനെ വെറുതെ ഇരിക്കാൻ പറ്റില്ല. ഒന്നുമില്ലെങ്കിൽ അത് സംസ്ഥാന നിയമസഭയിലേക്ക് തിരിച്ചയക്കേണ്ടി വരും. നിങ്ങൾ വീണ്ടും പരിഗണിക്കണം എന്ന് പറഞ്ഞ് തിരിച്ചയക്കാം. അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ റെഫറൻസിന് വിടുക എന്ന് പറഞ്ഞാൽ പോലും അത് കേന്ദ്ര സംസ്ഥാനങ്ങളുടെ അധികാരപരിധിയിൽ, പൊതു അധികാരപരിധിയിൽ വരുന്ന വിഷയങ്ങളാണെങ്കിൽ മാത്രമേ അങ്ങോട്ട് വിടാൻ പറ്റുള്ളൂ. അല്ലാത്ത വിഷയങ്ങളിലൊന്നും അങ്ങോട്ട് വിടാൻ പറ്റില്ല. അപ്പോൾ ഇത് ഒരു കൃത്യമായ നിയന്ത്രണം ഈ ഗവർണർമാരുടെ ബില്ലിൻ്റെ കാര്യത്തിൽ, നിയമസഭ പാസ്സാക്കി വിടുന്ന ബില്ലുകളുടെ കാര്യത്തിൽ ഗവർണർമാർ ഏത് വിധത്തിൽ പ്രവർത്തിക്കണം എന്നുള്ളതിന് ഒരു കൃത്യത ഈ വിധിയിലും, ഈ 5 അംഗ ബെഞ്ചിൻ്റെ വിധിയിലുമുണ്ട്. പൊതുവിൽ നമ്മൾ നോക്കുമ്പോൾ അതൊക്കെ ഒഴിവാക്കി എന്ന് തോന്നും. അതുപോലെ ഈ നിയമസഭ തിരിച്ചയച്ചു കഴിഞ്ഞാൽ വീണ്ടും നിയമസഭ പാസ്സാക്കിയാൽ അത് അംഗീകരിക്കണം എന്നുള്ള, അംഗീകരിക്കാതെ പറ്റില്ല, അല്ലെങ്കിൽ ഒരു മാസത്തിനകം അംഗീകരിച്ചിരിക്കണം എന്നൊക്കെയുള്ള വ്യവസ്ഥ കഴിഞ്ഞ വിധിയിലുണ്ടായിരുന്നു. അത് ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷേ ഇതിനു മുമ്പൊരു വിധിയുണ്ട്.
2018 മറ്റോ ആണെന്ന് തോന്നുന്നു, ഇങ്ങനെ പാസ്സാക്കി വിട്ട് കഴിഞ്ഞാൽ ഗവർണർ അംഗീകരിക്കണം എന്നുള്ള വിധിയുണ്ട്. അതിന് സമയപരിധി വെച്ചിട്ടില്ല, ആ വിധി അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് സംസ്ഥാന സർക്കാരുകൾക്ക് കുറെ കൂടെ പ്രവർത്തന സ്വാതന്ത്ര്യം നൽകുന്നതും ഭരണഘടനാപരമായിട്ട് സംസ്ഥാന നിയമസഭകൾക്കുള്ള അധികാരം ഗവർണർമാർക്ക് തടഞ്ഞു വയ്ക്കാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കുന്നതുമാണ് ഈ വിധി. അപ്പം അപ്രകാരം തന്നെ ഇപ്പോൾ ടൈം ലൈൻ ഒഴിവാക്കി എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ ഡീംഡ് അസെന്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇല്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അതായത് ഇത്ര ദിവസത്തിനകം സബ്മിറ്റ് ചെയ്യാതെ, അതായത് ഗവർണർ തിരിച്ചു കൊടുക്കാതെ അല്ലെങ്കിൽ പാസ്സാക്കാതെ അനിശ്ചിതമായി പിടിച്ചു വെക്കുകയാണെങ്കിൽ അത് നിയമമായി കണക്കാക്കും എന്ന് ധ്വനിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരു വിധി രണ്ടംഗ ബെഞ്ചിൻ്റെതുണ്ടായിരുന്നു. അതും ഒഴിവാക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള ചില സാഹചര്യങ്ങൾ നമ്മൾ പറയുന്ന സമയത്ത് ഇപ്പോൾ നേരത്തെ ഇതുവരെ ഉണ്ടായിരുന്നൊരു സാഹചര്യം, അതായത് അനിശ്ചിതമായി പിടിച്ചു വെക്കാനുണ്ടായിരുന്നൊരു സാഹചര്യം, അതെല്ലാം തടയുന്ന രൂപത്തിലായിരുന്നു ഈ ടൈം ലൈൻ, അതുപോലെ ഈ ഡീംഡ് അസെന്റ് ഒക്കെ ഉണ്ടായിരുന്ന ആ വിധി വന്ന സമയത്ത് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അത് ഒഴിവാക്കുന്നത് കൂടി അങ്ങനെ ഒരു സാഹചര്യം, അങ്ങനെ ഒരു സ്പേസ് അവിടെ കിട്ടില്ലേ ഗവർണർമാർക്ക്? ശരിക്കും ഗവർണർമാർക്ക് സ്പേസ് കിട്ടുന്നത് ഇപ്പോൾ ഡീംഡ് അസറ്റിൻ്റെ കാര്യം അത് ഈ തമിഴ്നാട് സർക്കാരിൻ്റെ കേസിൽ മാത്രമാണ് രണ്ടംഗ ബെഞ്ച് പറഞ്ഞത്. വേറെ സംസ്ഥാനങ്ങളുടെ കാര്യത്തിലൊന്നും അത് പറഞ്ഞില്ല. കാരണം തമിഴ്നാടായിരുന്നു ഹർജിക്കാർ. തമിഴ്നാട് നിയമസഭ പാസ്സാക്കി, അത് ഒരു വർഷമൊന്നുമല്ല, അതിൽ കൂടുതൽ കാലയളവായിട്ട് ഗവർണറുടെ പരിഗണനയിലിരിക്കുന്നു എന്ന് പറഞ്ഞ് ഗവർണർ അവിടെ വിത്ത്ഹെൽഡ് ചെയ്ത് വരുന്ന ബില്ലുകളാണ് ഇത് ഈ സമയപരിധി കഴിഞ്ഞതുകൊണ്ട് നിയമമായി എന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചത്. അവിടെയും സുപ്രീം കോടതി ഒരു ക്ലാരിറ്റി വരുത്തുന്നുണ്ട്. സുപ്രീം കോടതി പറയുന്നത് വെച്ചാൽ അങ്ങനെ പ്രഖ്യാപിക്കാൻ പറ്റില്ല, കാരണം വെച്ചാൽ അതും അധികാരപരിധിയുടെ ലംഘനമായിട്ട് വരും. ഭരണഘടന ലെജിസ്ലേച്ചറിന് എന്ത് ചെയ്യാം, എക്സിക്യൂട്ടീവിന് എന്ത് ചെയ്യാം, ജുഡീഷ്യറിക്ക് എന്ത് ചെയ്യാം, ഇതൊക്കെ ഏതാണ്ട് കൃത്യത വരുത്തിക്കൊണ്ട് തന്നെ നേരത്തെ 1950 ജനുവരി 26 ഇത് പ്രാബല്യത്തിൽ വരുമ്പോൾ തന്നെ ഇതിനൊക്കെ ഒരു കൃത്യത വരുത്തിയിട്ടുണ്ട്. അതിനെയാണ് സുപ്രീം കോടതി ഓർമ്മിപ്പിക്കുന്നത്. അപ്പം ഞങ്ങൾ ആ അധികാരപരിധി ലംഘിക്കുന്നില്ല. പക്ഷേ ഈ അധികാരസ്ഥാനത്തിരിക്കുന്ന ആളുകൾ ഭരണഘടന എന്താണോ പറയുന്നത് അതനുസരിച്ച് പ്രവർത്തിക്കാൻ ചുമതലപ്പെട്ട ആളുകളാണ്. അത് നിങ്ങൾ ഓർക്കേണ്ടതാണ്. അതിനനുസരിച്ച് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യണം. നിങ്ങൾ ഇതിങ്ങനെ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു നിയമസഭ പാസ്സാക്കിയ ബില്ലിൻ്റെ പുറത്ത് കേന്ദ്ര സർക്കാർ നിയോഗിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനായ ഗവർണർക്ക് അടയിരിക്കാൻ അധികാരമില്ല എന്ന് തന്നെയാണ് സുപ്രീം കോടതി പറയുന്നത്. ഈ പറയുന്ന എന്താ ഡീം ടു ബി അസെന്റ് എന്ന് പറയുന്നത് അതിൽ ഇത് തമിഴ്നാട് സർക്കാരിൻ്റെ ഒരു ഒറ്റ കേസ് മാത്രമേ ഉള്ളൂ. വേറെ കേസുകളൊന്നും അതിലില്ല. അത് ബാക്കിയുള്ള ആർക്കും അത് ആപ്ലിക്കബിളും അല്ല. അതുകൊണ്ട് തൽക്കാലം തമിഴ്നാടിന് മാത്രമാണ് അതിൻ്റെ പ്രശ്നം ഉണ്ടാവുക. പക്ഷേ എങ്കിൽ പോലും അവിടെയും ഈ പ്രശ്നമുണ്ട്. കാരണം ഇത് ദീർഘകാലമായിട്ട് തടഞ്ഞു വയ്ക്കപ്പെട്ടിരിക്കുകയാണ് എന്ന് സുപ്രീം കോടതിക്ക് അറിയാം. ഈ അഞ്ചംഗ ബെഞ്ചിൻ്റെ വിധി വന്നാലും ഇതിപ്പോൾ നേരത്തെ സുപ്രീം കോടതി വിധി അനുസരിച്ച് നിയമമാക്കിയത് ഇപ്പോൾ നിയമമല്ലാതായിട്ടുണ്ട്. പക്ഷേ ആ ബില്ലവിടെ പെൻഡിങ് ആണ്. ഗവർണർ RN രവിക്ക് അത് അംഗീകരിച്ചേ പറ്റൂ. അപ്പോൾ അംഗീകരിക്കാൻ പറ്റില്ല. അംഗീകരിക്കാതിരുന്നു കഴിഞ്ഞാൽ തമിഴ്നാട് ഗവൺമെൻറ്റിന് വീണ്ടും സുപ്രീം കോടതി പോവാം. അപ്പോൾ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രോസസ്സിൻ്റെ ഒരു ഡിലേ എന്ന് പറയുന്നൊരു പ്രശ്നം ഉണ്ടാവും. കാരണം ബില്ല് തടഞ്ഞു വെച്ചാൽ വീണ്ടും സുപ്രീം കോടതി പോകേണ്ടി വരും, അല്ലെങ്കിൽ അവിടെ നിന്നൊരു വിധി ഉണ്ടാക്കേണ്ടി, ഈ പ്രശ്നമുണ്ട്. പക്ഷേ എങ്കിൽ പോലും സുപ്രീം കോടതി ഒരു റൂൾ ഓഫ് ലോ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഭരണഘടനയുടെ ഒരു അന്തസ്സത്തയ്ക്കനുസരിച്ച് സംവിധാനങ്ങൾ പ്രവർത്തിക്കുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, അതിനെ അപ്ഹോൾഡ് ചെയ്യാണ് ഈ വിധിന്യായത്തിലൂടെ ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മൾ എന്തുകൊണ്ടാണ് ഈ രണ്ടംഗ ബെഞ്ചിൻ്റെ വിധിയെ ഇത്രത്തോളം ആഘോഷിച്ചതെന്നും കൂടെ നമ്മൾ അതിനകത്ത് ആലോചിക്കണം. കാരണം വളരെ ഏകാധിപത്യപരമായി പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ, അത് നിശ്ചയിക്കുന്ന ഗവർണർമാർ, ആ ഗവർണർമാർ ഈ ഏകാധിപത്യപരമായി പ്രവർത്തിക്കുന്ന സർക്കാരിൻ്റെ ഇംഗിതങ്ങൾക്കനുസരിച്ച് ഒരു ഫെഡറൽ സ്ട്രക്ചറിനെ മുഴുവൻ ലംഘിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു. സംസ്ഥാന നിയമസഭകൾ പാസ്സാക്കുന്ന, ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനപ്രതിനിധികൾ അടങ്ങുന്ന സംസ്ഥാന നിയമസഭകൾ പാസ്സാക്കുന്ന ബില്ലുകൾ മുഴുവൻ ഈ ഗവർണർമാർ തടഞ്ഞു വയ്ക്കുന്നു. അപ്പോൾ തീർത്തും സെൻട്രലൈസ്ഡ് ആയിട്ട് ജനങ്ങളുടെ ഹിതങ്ങൾക്കനുസരിച്ചാണ് ആ നിയമനിർമ്മാണ പ്രക്രിയ. ചിലപ്പോൾ തെറ്റായിരിക്കാം, പക്ഷേ അത് ജനാധിപത്യപരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങളുടെ പ്രതിനിധികൾ അടങ്ങുന്ന ഒരു സഭ പാസ്സാക്കി അയക്കുന്നതാണ്. അതിന്മേൽ ഒരാൾ കേന്ദ്ര സർക്കാർ എന്നുള്ളതിനേക്കാൾ ഉപരി നരേന്ദ്രമോദി സർക്കാർ നിയോഗിച്ച ഗവർണർമാർ അടയിരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കേരളത്തിലും തമിഴ്നാട്ടിലും വെസ്റ്റ് ബംഗാളിലും ഒക്കെ കാണുകയാണ്. അപ്പോൾ ഇതിനോടുണ്ടായിരുന്നൊരു വല്ലാത്ത എതിർപ്പുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ രണ്ടംഗ ബെഞ്ചിൻ്റെ വിധിന്യായത്തെ അത്രത്തോളം ആഘോഷിച്ചത്. അപ്പോൾ പോലും അതിലെ ആ വിധിയിൽ പോലും ഉണ്ടായിരുന്ന ഒരു എന്താ പറയുക, ഒരു അധികാരപ്രയോഗത്തിൻ്റെ സ്വഭാവം. ആ അധികാരപ്രയോഗത്തിൻ്റെ സ്വഭാവത്തെയാണ് ഇപ്പോൾ ഈ അഞ്ചംഗ ബെഞ്ചിൻ്റെ വിധിയിലൂടെ
ജസ്റ്റിസ് BR ഗവായിയുടെ നേതൃത്വത്തിലുള്ള ബെഞ്ച് ഒഴിവാക്കി കളഞ്ഞ്. അതിനൊരു സൗന്ദര്യമുണ്ട് എന്നാണ് തോന്നുന്നത്. ആ ഒരു ബാലൻസ് ആണ് ഈ വിധിയുടെ സൗന്ദര്യം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതോടൊപ്പം തന്നെ ഇങ്ങനെ ഗവർണർ ഇങ്ങനെ സംസ്ഥാന നിയമസഭയോട് പെരുമാറുകയാണെങ്കിൽ അത് സംസ്ഥാന തലത്തിൽ 2 എക്സിക്യൂട്ടീവ് പവർ വരുന്ന അവസ്ഥ വരും. അങ്ങനെ വേണ്ട എന്ന് കൂടി ഈ വിധിയിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. 2 എക്സിക്യൂട്ടീവ് പവർ സംസ്ഥാന നിയമസഭയാണ്. അവിടെ ഗവർണറിന് ആ അധികാരമില്ല എന്നർത്ഥത്തിൽ. യഥാർത്ഥത്തിൽ ആ ഒരു അർത്ഥത്തിൽ വായിച്ചു നോക്കുന്ന സമയത്ത് നമ്മുടെ ഫെഡറലിസത്തിൻ്റെ ഒരു ഭംഗി കൂടിയാണ് ഇന്നത്തെ വിധിയിലൂടെ വന്നതെന്ന് പറയാം. നിശ്ചയമായിട്ടും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒറ്റ കാര്യത്തിൽ പ്രിറോഗേറ്റീവിനെ കുറിച്ച്, അല്ലെങ്കിൽ വിവേചനാധികാരത്തെക്കുറിച്ച് സുപ്രീം കോടതി പറയുന്നു. അത് ബില്ലുകളുടെ കാര്യത്തിലുള്ളതാണ്. ഒന്നുമില്ലെങ്കിൽ ആ വിവേചനാധികാരവും 3 ഉള്ളൂ. ഒന്നുമില്ല നിങ്ങൾക്ക് അസെൻറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചയക്കാം, അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വിടാം. ഇതെല്ലാം സമയബന്ധിതമായി തന്നെ ചെയ്യണം. അതിന് ഞങ്ങളൊരു പരിധി നിശ്ചയിക്കുന്നില്ല എന്നേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾക്കിത് അനിശ്ചിതമായിട്ട് അവിടെ പിടിച്ചു വയ്ക്കാൻ പറ്റില്ല എന്ന് വളരെ ഖണ്ഡിതമായിട്ട് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ ഈ വിവേചനാധികാരം എന്ന് പറയുന്നത് ബില്ലിൻ്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ. ബാക്കി കാര്യങ്ങളിലൊക്കെ ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനപ്രതിനിധികൾ നിയന്ത്രിക്കുന്ന സർക്കാരിൻ്റെ മന്ത്രിസഭയുടെ ശുപാർശയ്ക്കനുസരിച്ച് തന്നെ പ്രവർത്തിക്കണം ഗവർണർമാർ എന്ന് വളരെ വ്യക്തമായിട്ട് സുപ്രീം കോടതി മുൻകാലത്ത് പറഞ്ഞിട്ടുണ്ട്. അതിവിടെ ആവർത്തിക്കുന്നുണ്ട്. അത് തന്നെയാണ് ഭരണഘടന പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നേരത്തെ 2 അംഗ ബെഞ്ച് നിർദ്ദേശിച്ച കുറെ കൂടെ ക്ലിപ്തതയുള്ള കണക്കുകൾ ഒഴിവാക്കി എങ്കിൽ പോലും ഭരണഘടന അനുശാസിക്കുന്ന വിധത്തിലുള്ള ഒരു ഫെഡറൽ ക്രമത്തിന് കുറെ കൂടെ ബലം നൽകുന്ന വിധത്തിലുള്ള വിധിന്യായം തന്നെയാണ് ഇന്ന് വന്നിരിക്കുന്നത്. തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ അടങ്ങുന്ന നിയമസഭയ്ക്കും ആ നിയമസഭയുടെ പ്രതിനിധികൾ അടങ്ങുന്ന മന്ത്രിസഭയ്ക്കും തന്നെയാണ് അധികാരം. അവർ തന്നെയാണ് യഥാർത്ഥ എക്സിക്യൂട്ടീവ്, അല്ലാതെ കേന്ദ്ര സർക്കാർ നിയോഗിക്കുന്ന കേവല ഉദ്യോഗസ്ഥൻ മാത്രമായ നിങ്ങളല്ല എന്ന് തന്നെയാണ് ഗവർണർമാരോട് സുപ്രീം കോടതി പറഞ്ഞത്. അതിൻ്റെ മുകളിലിരിക്കുന്ന രാഷ്ട്രപതിയോടും ഏതാണ്ട് ഇതേ ഭാഷ തന്നെയാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. അതങ്ങനെ എക്സ്പ്ലിസിറ്റായി പറഞ്ഞില്ല എന്നേ ഉള്ളൂ. ഈ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ, അല്ലെങ്കിൽ കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിന് ഇഷ്ടമില്ലാത്ത ആളുകൾ, അല്ലെങ്കിൽ അവരുടെ എതിർസ്ഥാനത്ത് നിൽക്കുന്ന ആളുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളൊക്കെ ഗവർണർ ഉപയോഗിച്ച് നിയന്ത്രിക്കുന്ന ഒരു പ്രവണത മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അത്രയ്ക്ക് വിസിബിൾ അല്ല എങ്കിലും ആരിഫ് മുഹമ്മദ് ഖാനും കേരള സർക്കാരും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. ഈ ഒരു വിധിയുടെ പശ്ചാത്തലത്തിൽ അങ്ങനെയുള്ള ശ്രമങ്ങൾക്ക് ആക്കം കൂട്ടാൻ സാധ്യതയുണ്ടോ? അതല്ല ഗവർണർമാർ ഒന്ന് ഭയപ്പെടുമോ? ഗവർണർമാർ ഭയപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സാലിം ഒരു കാര്യം പറഞ്ഞില്ല, അത്രത്തോളം വിസിബിൾ അല്ല എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ആരിഫ് മുഹമ്മദ് ഖാൻ കേരള ഗവർണർ ആയിരിക്കുന്ന സമയത്ത് അത് വളരെ വിസിബിളായിരുന്നു. റോഡിലിറങ്ങി തന്നെ സമരം ചെയ്യാൻ പാകത്തിൽ, അല്ലെങ്കിൽ റോഡിലിറങ്ങി തന്നെ പ്രകടനം നടത്താൻ, സമരമല്ല പ്രകടനം നടത്താൻ പാകത്തിൽ ഗവർണർ രംഗത്തിറങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇപ്പോൾ രാജേന്ദ്ര അർലേക്കർ വന്നതിന് ശേഷം അത്രയും പ്രകടനപരതയില്ല, കുറെ കൂടെ വേറൊരു രൂപത്തിലാണ് അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇത് ബില്ലിൻ്റെ കാര്യത്തിലായിരിക്കില്ല അത് പ്രവർത്തിക്കുക. രാജേന്ദ്ര അർലേക്കർ വന്നതിന് ശേഷം കേരളത്തിൽ നമ്മൾ കണ്ട മറ്റ് പല രീതികളിലായിരിക്കും. അതായത് ഗവർണറുടെ രാജ്ഭവനിലെ ഔദ്യോഗിക പരിപാടികൾക്ക് ഭാരതമാതയുടേത് എന്ന് RSS വിചാരിക്കുന്ന വിധത്തിലുള്ള രൂപങ്ങൾ സ്ഥാപിക്കുക, അത് ഗവർണർ പങ്കെടുക്കുന്ന പരിപാടികളിലൊക്കെ സ്ഥാപിക്കണം എന്ന് പറയുക, അതുപോലെയുള്ള സംഘപരിവാർ അജണ്ടകൾ മറ്റു വിധത്തിൽ പ്രയോഗിക്കുക എന്നുള്ളതായിരിക്കും ഈ ഗവർണർമാർ ചെയ്യുക. സർവകലാശാല നിയമനം, അതെ, സർവകലാശാല നിയമനം, അങ്ങനെ പല കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഇടപെടുകയായിരിക്കും ഗവർണർമാർ ചെയ്യുക. ബില്ലിൻ്റെ കാര്യത്തിലൊരു വ്യക്തതയെ അതുമേലെ അടയിരിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായി. അപ്പം ഇനി മറ്റ് അധികാരങ്ങൾ എന്തൊക്കെ, ഏതിലൊക്കെ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള ഗവേഷണമായിരിക്കും ഇനി നടത്താൻ പോകുന്നത്. ചുരുക്കത്തിൽ നമ്മളിപ്പോൾ കണ്ടത് ഒരു എന്താ പറയുക, ഒരു യുദ്ധത്തിൻ്റെ അവസാന രംഗമാണെന്ന് വേണമെങ്കിൽ പറയാം. മറ്റ് പല മുഖങ്ങൾ ഈ പറയുന്ന ആളുകൾ തുറക്കും. എന്നുവെച്ചാൽ ഇവരെ സംബന്ധിച്ച് ഭരണഘടനയെ തന്നെ ഇല്ലാതാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് അധികാരത്തിലിരിക്കുന്നത്, അതിൻ്റെ പ്രതിനിധികളാണ് രാജ്ഭവനുകളിലിരിക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ച് അതിനെ ബഹുമാനിക്കേണ്ട കാര്യമുണ്ട് എന്ന് അവർ വിചാരിക്കുന്നില്ല. അവരെ സംബന്ധിച്ച് ഒറ്റ കാര്യമുള്ളൂ, ആത്യന്തികമായ ഹിന്ദു രാഷ്ട്ര സ്ഥാപനം, അതിന് പാകത്തിലുള്ള രാഷ്ട്രീയ അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ളതാണ് അവരുടെ ഉത്തരവാദിത്തം. അതിനനുസരിച്ച് മാത്രമേ രാജ്ഭവനുകൾ പ്രവർത്തിക്കൂ എന്ന് നമ്മൾ കാണണം. ബില്ലിൻ്റെ കാര്യത്തിൽ ഇനി ഇതിങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ വെച്ചുകൊണ്ടിരിക്കാനും സാധ്യതയുണ്ട്. നിങ്ങൾ സുപ്രീം കോടതിയിൽ പോയിട്ട് അനുകൂല വിധി മേടിച്ചു വാ, എന്നിട്ട് ഞാൻ ഒപ്പിടാം എന്ന് വരെ വിചാരിക്കാൻ മടിയില്ലാത്ത ആളുകളാണ് ഇപ്പോൾ രാജ്ഭവനുകളിലിരിക്കുന്നത്. അത് ആരിഫ് മുഹമ്മദ് ഖാൻ ആണെങ്കിലും രാജേന്ദ്ര അർലേക്കർ ആണെങ്കിലും. റൈറ്റ്. ഗവർണർക്ക് അല്ലെങ്കിൽ
ഒരു സംസ്ഥാന നിയമസഭ പാസ്സാക്കുന്ന ബില്ലുകളിന്മേൽ ഗവർണറിന് ചെയ്യാൻ കഴിയുന്ന 3 കാര്യങ്ങളാണ്. ഒന്ന്, ആ ബില്ല് പാസ്സാക്കാം, അതല്ലെങ്കിൽ ബില്ലിനെ എതിർക്കാം, അപ്പോൾ അത് നിയമസഭയിലേക്ക് തിരിച്ചയക്കണം, അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ റെഫറൻസിന് വേണ്ടി മാറ്റിവെക്കാം. ഇങ്ങനെ അതല്ലാണ്ട് അനിശ്ചിതമായി പിടിച്ചു വെക്കാൻ പാടില്ല എന്നാണ് ഇന്ന് സുപ്രീം കോടതി പറഞ്ഞത്. അതിനൊരു സമയപരിധി വെക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അങ്ങനെ നിശ്ചിതമായി പിടിച്ചു വെക്കുകയാണെങ്കിൽ നിങ്ങൾ ധൈര്യമായി സുപ്രീം കോടതിയെ സമീപിച്ചോളൂ, നമ്മൾ ഇടപെടും എന്നുകൂടി സംസ്ഥാന സർക്കാരിനോട് സുപ്രീം കോടതി പറഞ്ഞിരിക്കുകയാണ്. രാജ്യത്തിൻ്റെ നമ്മുടെ ഫെഡറൽ സ്വഭാവം, ഭരണഘടന അനുശാസിക്കുന്ന ഫെഡറൽ തത്വങ്ങളോട് നീതി പുലർത്തുന്ന ആ തത്വങ്ങളെ ഒന്നുകൂടി ഉയർത്തിപ്പിടിക്കുന്ന ഒരു വിധിയാണ് ഇന്ന് സുപ്രീം കോടതിയിൽ നിന്ന് വന്നത് എന്ന് നമ്മൾ അനുമാനിക്കുകയാണ്. ഇൻസൈറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.